ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ ഇബ്ര എന്ന് പറഞ്ഞ മസ്കറ്റിലെ ഒരു പ്രോവിൻസിലോട്ട് പോവുകയാണ്. അത് മസ്കറ്റിൽ നിന്നൊരു 180 കിലോമീറ്റർ ദൂരമുണ്ട്. 2 മണിക്കൂറൊന്നും വേണ്ട, പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ഇവിടെ മസ്കറ്റിലെ ഒമാനിലെ തന്നെ ഏറ്റവും വലിയൊരു സൂവിലോട്ടാണ് പോകുന്നത്. അത് ഇബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ പേരാണ് സഫാരി വേൾഡ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം രാവിലെ ഇനി പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ ഒരുപാട് ആനിമൽസ്, 350 പരം ആനിമൽസ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ അഡൽട്ട്സിന് ഒരാൾക്ക് അവിടെ 5 റിയാലാണ്. പിന്നെ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 3 റിയാല്. പിന്നെ അവിടെ ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ടെന്നാണ് ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ടും പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും കാണാത്ത കേട്ടോ. യാത്രയൊക്കെ നല്ല സുഖമാണ്. ഒമാൻ്റെ മലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വെട്ടി വെട്ടി ഓരോ ഷേപ്പായിരിക്കും ഓരോന്നിനും. ഈ മലകൾ വെട്ടിയെടുത്താണ് കേട്ടോ റോഡുകൾ പണിയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന റോഡൊക്കെ പുതിയ റോഡാണ്. ഇത് ബൗഷർ എന്തോ കഴിഞ്ഞിട്ടുള്ള റോഡാണ്. ഇത് കണ്ടില്ലേ, ഈ മലകളൊക്കെ വെട്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ വരുന്ന ഭാഗങ്ങൾ അവർ സിമെൻറ്റ് തേച്ച് ഏതോ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്യും. അത് പിന്നെ താഴേക്ക് വീഴാതെ അവിടെ തന്നെ ഉറച്ചിരിക്കും. അങ്ങനെ ചെയ്യുന്നതിന് ഗേബിയോൺ വോൾസ് എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് മോസിലാത്ത് ബസ്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് അല്ലെങ്കിൽ ടാക്സി ഒക്കെ ഹയർ ചെയ്ത് പോകാം. ഇങ്ങനെ പോകുമ്പോൾ 3 മണിക്കൂർ എടുക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ. ഇപ്പോൾ നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കയറി. 2 ടണലുകൾ കടന്നാണ് നമ്മൾ പോകുന്നത്. ഈ ടണൽസും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മലകൾ തുരന്നാണ് കേട്ടോ. ട്രാവൽ ടൈം കുറയ്ക്കാനാണ്. പിന്നെ മലകൾ പൊട്ടി വീഴുന്നത് തടയാനും ഒക്കെയാണ് ടണൽ സിസ്റ്റം. ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വേണ്ടി വരുന്ന ഭാഗമാണ് ടണലുകൾ. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അതോറിറ്റീസ് ഇടയ്ക്ക് ഈ ടണലുകൾ അടയ്ക്കും. അതുകൊണ്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഈ ടണൽ ഓപ്പൺ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് യാത്രയ്ക്ക് ഒരുങ്ങാവും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുന്ന് ചിക്കൻ കീമ, ഇഡ്ഡലി, സാമ്പാർ, പൊറോട്ട, മുട്ടക്കറി ഒക്കെയാണ് ഓരോരുത്തർ കഴിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. പക്ഷേ കുറച്ചിങ്ങനെ ഓഫ് റോഡ് പോകണം അതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്താൻ. ഇതാണ് സഫാരി വേൾഡ്. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, നിറച്ച് കാറുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 11 മണിയൊക്കെ ആയി. ഈ മെയിൻ എൻട്രൻസിൽ കൂടി കയറുമ്പോൾ തന്നെ ഫുൾ പച്ചപ്പോ ഹരിതാപവുമാണ്. ഇവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ നിന്നാണ് ടിക്കറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്, ചെറിയ ചെറിയ അരുവികൾ പോലെ. ഇതൊരു ഷെല്ല് പോലുള്ള ഷേപ്പിൻ്റെ അകത്തോട്ട് മുകളിൽ നിന്ന് നല്ല ഫോഴ്സായിട്ട് വെള്ളം വീഴുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടുത്തായി ഒരു ഉരുവിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വാതിലും ഉണ്ട്. അതിലൂടെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. അതിൻ്റെ അപ്പുറത്തായിട്ട് ഡിനോസറിൻ്റെ പല്ലിൻ്റെ ഷേപ്പിൽ റൂഫിൽ എന്തോ പണിത് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞൻ ആമകളുടെ ഒരു ചെറിയ അക്വേറിയം. കൂടുതൽ സമയം ഈ കല്ലിൽ അനങ്ങാതെ ഇരിക്കും ഈ ആമകൾ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചെറുതായി ഒന്ന് അനങ്ങി. പിന്നെ തല മാത്രം മുകളിലേക്കിട്ട് ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ അടുത്തായി തന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡ്സും ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് കുറേ കിളിക്കൂടുകളുണ്ട്. അതിൽ കുറേ വെറൈറ്റി തത്തകളും ലവ് ബേർഡ്സും ഒക്കെ ഉണ്ട്. ഇത് പാമ്പും കൂടുകൾ. എന്തോ വെറൈറ്റി പാമ്പുകളൊക്കെയാണെന്ന് തോന്നുന്നു. ഓഹ്, എന്താ വെടുപ്പല്ലേ. തല പൊക്കി നിൽക്കുന്ന 3 വെറൈറ്റി പാമ്പുകളുണ്ട് ഇവിടെ. ഇതാണ് എൻട്രി ടിക്കറ്റ്സ്. ഇനി ഞങ്ങൾ അടുത്തതായി മാജിക് മിറർ മേസിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ഒരു വാതിലിലൂടെ കയറിയാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഏതോ ചുഴിയിലൊക്കെ പെട്ടതുപോലെയാകും. ഇനി ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. ഞാൻ വീഡിയോ എടുത്ത് വേറെ വഴിയൊക്കെ പോയി, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ആൾ വന്ന് എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് തെർമോക്കോൾ തന്നു. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടോയെന്ന് തപ്പി നോക്കാനായിട്ട്. ഓരോന്ന് തട്ടി നോക്കി നടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ വഴിയൊക്കെ ആയിപ്പോയി. അയാൾ ചിരിക്കുക എൻ്റെ വിഷമം കണ്ടിട്ട്. ഒരു വിധമാണ് അതിൻ്റെ പുറത്തിറങ്ങിയത്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഗെയിം സോൺ ആണ് കേട്ടോ.
ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ റൈഡ്സുകളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പിള്ളേരും കുറേ ഗെയിമൊക്കെ കളിച്ചു, ഞങ്ങളും കളിച്ചു. പിന്നെ അവിടുത്തെ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സൂ ഇനി കാണാൻ പോകാമെന്ന് പറഞ്ഞ് അടുത്ത അങ്ങോട്ടേക്ക് പോയി. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. ഈ സഫാരി വേൾഡ് ഏപ്രിൽ 2024 ഓപ്പൺ ആക്കിയത്. ഇത് 70 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒമാനിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പുലിയുടെയും കരടിയുടെയും ഒക്കെ കട്ടൗട്ട്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ തലയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. എൻട്രൻസിൽ തന്നെ വലിയൊരു ഡിനോസറിൻ്റെ ഫോസിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പല്ലും നഖവും ഒക്കെ വോളിൽ കൂടി ഇറങ്ങി വന്നിരിക്കുന്നത് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വായുടെ കുറച്ച് ഇങ്ങോട്ട് മാറി അടുത്തായിട്ട് ഒരു മുട്ടയും അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ഡിനോസറിൻ്റെ തലയും കാണാം. ടോസ് നിറച്ച് പലതരത്തിലുള്ള ആനിമൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്ക് നല്ല രസകരമായ ഒരു യാത്രയായിരിക്കും ഇത് കേട്ടോ. ഒരു ആനിമൽ വേൾഡ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് യൂറേഷ്യൻ ബ്രൗൺ ബെയറിനെ കാണാം. ഇത് 16/1/2025 ഇവിടെ ഈ സഫാരി വേൾഡിൽ തന്നെ ജനിച്ച കരടിയാണ് കേട്ടോ. ഒരു വയസ്സാകുന്നതേ ഉള്ളൂ, പക്ഷെ നല്ല വലിപ്പമുണ്ട്. 20 മുതൽ 30 വർഷം വരെ ഇത് ജീവിക്കും. അപ്പോൾ എന്തായിരിക്കും, മനുഷ്യരെക്കാട്ടിലും വലിപ്പം കാണുമല്ലേ? ഗ്ലാസിൻ്റെ അകത്തായതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല. ഇത് നമ്മൾ അവിടെ ചാരി നിൽക്കുമ്പോൾ ഗ്ലാസിന് അടുത്ത് വന്ന് നമ്മളെ കടിക്കാൻ നോക്കുന്നത് കണ്ടോ. അടുത്തത് ചീറ്റ. വേഗതയിൽ ഇവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നല്ലേ. 120 km/h സ്പീഡിൽ ഓടാൻ പറ്റുന്ന മൃഗം. റെസ്റ്റ്ലെസ് ആയി ഓടുകയും നടക്കുകയൊക്കെയാണ് ഇതൊക്കെ. ഡോങ്കീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നിൽഗെ ആൻറ്റലോപ്സ്. ഇത് മാമൽസ് ആണ് കേട്ടോ. ഇതിന് നിൽഗെ എന്ന പേര് വന്നത് ഹിന്ദി വേർഡ്സിൽ നിന്നാണ്. അതായത് നിൽ മീൻസ് ബ്ലൂ, ഗായ് മീൻസ് കവ്. ഇതിൻ്റെ തൊലി ഒരു യെല്ലോയിഷ് ബ്രൗൺ ആയിരിക്കും ഫീമെയിൽസ് ആൻഡ് കുഞ്ഞുങ്ങളിൽ. പക്ഷേ മെയിൽസിന് ഒരു ബ്ലൂ ഗ്രേ തൊലിയായിരിക്കും. ഇതിൻ്റെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിൽഗെ ആൻറ്റലോപ്സ് അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡങ് പൈൽസ് ഒരു 50 cm റേഞ്ച് സിറ്റ് ആയിരിക്കുമെന്ന്. അടുത്തത് അറേബ്യൻ ഒറിക്സ്. ഇത് ഡെസേർട്ടിലാണ് ജീവിക്കുന്നത് കേട്ടോ. ഇതിന് 6 മാസം വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാം. ഇത് ഒമാന്റെ നാഷണൽ ആനിമൽ കൂടിയാണ്. ഇതിൻ്റെ ഒക്കെ കൂടെ 2 പൂവൻ കോഴികളെ കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ കൊത്തി തിന്നാനായിരിക്കും. ഇത് അഡാക്സ്. ഇത് ഒരു ആൻറ്റലോപ്പ് വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. ഈ ആൻറ്റലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, ആനിമൽ ലൈക്ക് ഡീർ, അതായത് നീളമുള്ള കാലുകളും കൊമ്പുകളും ഉള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഈ അഡാക്സ് ഡെസേർട്ടിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കളർ സമ്മർ ആൻഡ് വിൻ്റർ അനുസരിച്ച് മാറ്റാൻ പറ്റും. ഇത് ചെയ്യുന്നത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇവർ കുഴി കുഴിച്ചാണ് ഡെസേർട്ടിലൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവർക്ക് വെള്ളം കുടിക്കേണ്ട കാര്യവുമില്ല, കാരണം ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളം മതി ഇവർക്ക്. പിന്നെ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 500 എണ്ണമൊക്കെ കാണുന്നുള്ളൂ. അടുത്തത് ലാമ. ഇവർ ക്യാമലിഡ് ഫാമിലിയിൽ പെടുന്നവരാണ്. അതായത് ക്യാമലിൻ്റെ രൂപസാദൃശ്യം കാണും ഇവർക്ക്. ഇതിൻ്റെ വൈൽഡ് ലാമ ആൻഡ് ഡൊമസ്റ്റിക് ലാമ ഉണ്ട് കേട്ടോ. ഇവർക്ക് 200 പൗണ്ട്സ് 12 മണിക്കൂർ ക്യാരി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കാരണം ഇത് കഴിച്ച ഫുഡ് ഒരു 4.5 മീറ്റർ ദൂരത്തേക്ക് തുപ്പാൻ പറ്റും. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? പ്ലെയിൻസ് സീബ്ര. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഒരേപോലെ ഒരിക്കലും വരില്ല. നമ്മൾ കാണുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷേ എന്തെങ്കിലും ഡിഫറൻസ് 2 എണ്ണം തമ്മിൽ കാണും കേട്ടോ. ഇതിൻ്റെ ഈ സ്ട്രൈപ്സ് കാമഫ്ലാഷ് ആണ്. എന്ന് വെച്ചാൽ ഈ സ്ട്രൈപ്സിൻ്റെ നിറം ഇവരെവിടെ ഇരിക്കുന്നോ അതനുസരിച്ച്. ഇത് നൈൽ ക്രൊക്കഡൈൽ, ആഫ്രിക്കയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ക്രൊക്കഡൈൽ ആൻഡ് വേൾഡിലെ തന്നെ 2nd ലാർജസ്റ്റ് സ്പീഷീസ് ആണ് കേട്ടോ. നല്ല ഡേഞ്ചറസ് ആണിത്. മനുഷ്യരെ തിന്നാൻ വലിയ മിടുക്കാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ ചില്ലിക്കൂട്ടിൽ ഇട്ടിരിക്കുന്നത്. ഇതിന് 6 മീറ്റർ നീളവും 90 കിലോഗ്രാം ഭാരവും ഉണ്ട്. ഇത് നമ്മളെ തിന്നാൻ റെഡിയായി നിൽക്കുവാണെന്ന് തോന്നുന്നു. അടുത്തത് വെള്ളസിംഹം. ഇതിൻ്റെ കണ്ണുകൾ നീല അല്ലെങ്കിൽ ഗോൾഡ് കളറായിരിക്കും. ഇതിൻ്റെ സൗണ്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒച്ചയുള്ള സൗണ്ടാണ്. ഇപ്പോൾ എല്ലാം നല്ല ഉച്ചമയക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ണ് കാണാനും സൗണ്ട് കേൾക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. അടുത്തത് മൊറോക്കൻ ഐബെക്സ്. ഇത് മൊറോക്കയിലെ മൗണ്ടേനിയസ് പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ആനിമലാണ്. ഇനി ഐബെക്സിനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാൻ അതിൻ്റെ ഹോൺ നോക്കിയാൽ മതി. നല്ല നീളമുള്ളതും പുറകോട്ട് വളർന്നു നിൽക്കുന്നതുമാണ് ഇവരുടെ കൊമ്പുകൾ. ഇത് വലുതാകുന്ന അനുസരിച്ച് ഇതിൻ്റെ കൊമ്പും വലുതാവും. ഇതിൻ്റെ ഭക്ഷണം ഇലകളും മലകളിൽ വളരുന്ന ചെടികളും മാത്രമാണ്. ഇവയുടെ പെണ്ണും കുഞ്ഞുങ്ങളും ഒരുമിച്ചും ഐബെക്സ് ഒറ്റയ്ക്കുമാണ് ജീവിക്കുന്നത്. അടുത്തത് അറേബ്യൻ ഹോഴ്സ് ആണ്. അറേബ്യൻ പെൻസിലിൽ കാണുന്ന പുരാതനവും നല്ല സുന്ദരികളുമായ ഒരു ബ്രീഡാണ് ഇവർ. ചില അറബികളുടെ വീട്ടിലൊക്കെ ഇതിനെ കാണാം. നല്ലതുപോലെ ഇണങ്ങി ജീവിക്കുന്ന ഒരു കുതിരയാണിത്. അടുത്തത് മിനി പോണി. ഇതാണ് ചെറിയ കുതിരകൾ. നല്ല ബുദ്ധിയും പിന്നെ ഭയങ്കര ജെന്റിലുമാണിവ. ഇതിൻ്റെ നേറ്റീവ് യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്കയിലാണ്. അമ്മ പോണി 11 മാസം ഗർഭിണിയായിരിക്കുകയും 3 വർഷം കഴിയുമ്പോൾ മെച്ചുറാകും കുട്ടികൾ. ജനിക്കുമ്പോൾ തീരെ ചെറുതായിരിക്കും ഇവ. ഇതിൻ്റെ പോണി കണ്ടോ, ഇതാണ് ശരിക്കുമുള്ള പോണി അല്ലേ. അടുത്തത് കാമറോണിയൻ ഐബെക്സ്. ആഫ്രിക്കൻ മൗണ്ടൻസ് കാണുന്നവരാണ് ഇവരെ. ഇതാണ് യാക്കൂബ് ഷീപ്പ്.
ഇതിന് ഈ പേര് കിട്ടിയത് യാക്കോബ് പ്രവാചകന്റെ പേരിന്റെ ഇൻസ്പിറേഷനിൽ നിന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള കൊമ്പാണ്. ഇതിൽ 2 എണ്ണം മുകളിലോട്ടും 2 എണ്ണം താഴേക്കും. 5 മാസം ഗർഭിണിയായിരിക്കുകയും ഇവർ എന്നിട്ട് ചിലപ്പോൾ ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ സിംഗിൾ കുട്ടിയും ഉണ്ടാകാറുണ്ട്. ഇനി ഓസ്ട്രിച്ച്, ഇവിടുത്തെ ഏത് സൂയിൽ പോയാലും കാണാൻ കഴിയുന്ന ഒരു പക്ഷിയാണിത്. ഏറ്റവും ഭാരമേറിയ പക്ഷി എന്നാണ് ഓസ്ട്രിച്ചിനെ പറയാറ്. പിന്നെ ഇതിന്റെ മുട്ടയും ഭയങ്കര വലുതായിരിക്കും. ഒരു ലാൻഡ് ആനിമലും ഇതിന്റെ അത്ര വലിയ മുട്ട ഇടാറില്ല. ഇവർക്ക് 70 km/h ഓടാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗതയിൽ ഒന്നാമനായ പക്ഷി എന്ന് ഇവരെ വിളിക്കും. ഇത് നമുക്കറിയാവുന്ന കലമാൻ. ഇത് പോത്ത്, നമ്മുടെ ഇന്ത്യയിൽ സുലഭമായി കാണുന്ന പോത്ത്. ഇതിന് വെള്ളത്തിലും കിടക്കാൻ പറ്റുന്നത് കൊണ്ട് വാട്ടർ ബഫലോ എന്നും വിളിക്കാം കേട്ടോ. ഈ ആൺപോത്തിന് 100 കിലോഗ്രാം വരെ ഭാരം വരും. 25 വർഷം ഇവ ജീവിച്ചിരിക്കും. ഇത് സ്ട്രിപ്ഡ് ഹൈന. ഇതിന്റെ ഹൃദയം സാധാരണ മാമൽസിനെക്കാട്ടിലും ഡബിൾ ഉണ്ടെന്നാണ് പറയുന്നത്. ചത്ത മൃഗങ്ങളെയൊക്കെയാണ് ഇവ കഴിക്കുന്നത്. ഇതിന്റെ സൗണ്ട് ഒരു ക്ലിയർ അല്ലാത്ത ചിരി പോലെയാണ്. പെൺ ഹൈനകളാണ് ആണിനെക്കാട്ടിലും അഗ്രസീവ് ആയിട്ടുള്ളത്. ഇതിന്റെ സൗണ്ട് ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. ഇത് റീസസ് മക്ക, ഭയങ്കര കുസൃതി പിടിച്ച ഒരു ഇനം കുരങ്ങനാണിത്. ഇതിനെ തുറന്നു വിട്ടാൽ വീട്ടിലൊക്കെ കയറി ഫുഡൊക്കെ തട്ടിയെടുത്ത് പോകും. ഇതിന്റെ കവിൾ ഒരു പൗച്ച് പോലെയാണ്. അതിന്റെ അകത്ത് അതിന് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴും ഒരു സൗണ്ടും ആക്ഷനും ഒക്കെ കാണിക്കും ഇവർ. ഇവരുടെ മെയിൻ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുന്നത് പല്ല് പുറത്തോട്ട് കാട്ടിയിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് പോർഷൻ കുറച്ച് റെഡിഷ് പിങ്ക് ആയിരിക്കും. ഇത് ചാടി പോകാതെ ഇരിക്കാൻ വേണ്ടി മുകളിലൊക്കെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഇത് അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു. പേൻ പറക്കി ബോഡി ക്ലീൻ ആക്കി കൊടുക്കുക. ഒരാളുടെ പണി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ റെഡിയായി നിന്ന് കൊടുക്കുന്നു. പേൻ പറക്കാൻ എന്തൊക്കെയല്ലേ. അടുത്തത് ആഫ്രിക്കൻ ലയൺ. ഈ ലയൺ ഫാമിലി എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? പ്രൈഡ്, അതായത് ലയണസ്, അതിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ കപ്സ് എന്ന് പറയും. പിന്നെ മെയിൽ ലയൺ, എല്ലാം കൂടി ചേർന്നതാണ് പ്രൈഡ്. ഇതിനെ കാണുമ്പോൾ എന്തോ ഒരു പേടി തോന്നും അല്ലേ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു ദിവസം 20 മണിക്കൂർ വരെ ഇവർ ഉറക്കമായിരിക്കും. ഈ കപ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് കണ്ണ് കാണില്ല 2 വർഷത്തേക്ക്. അപ്പോൾ അവർ അതിൻ്റെ അമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹങ്ങളാണ്. ഈ ഒരു സെക്ഷൻ ഫുൾ ബേർഡ്സ് ആണ്. ഇതിനെ ഫീഡ് ചെയ്യാൻ 300 പൈസ കൊടുത്ത് അകത്ത് കയറാം. അല്ലെങ്കിൽ ദാ ഇങ്ങനെ പുറത്തു നിന്നും കാണാം. ഇതിൽ മയില്, പ്രാവ്, ഗിനിക്കോഴി, കൊക്ക്, ഫ്ലെമിംഗോ, ഡക്ക് എല്ലാം ഉണ്ട്. ഞങ്ങൾ തീറ്റ കൊടുക്കാൻ അകത്ത് കയറി കേട്ടോ. ഇതൊന്നും നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നുമില്ല, കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതുമില്ല. എന്താണ് ആവോ, വയർ നിറഞ്ഞിരിക്കുമായിരിക്കും. ഇതാണ് ലാപ്പിംഗ് വൾച്ചർ. ഇതാണ് ഏറ്റവും വലിയ വൾച്ചർ. ഒരു 115 സെന്റിമീറ്റർ ലെങ്തും 9.4 കിലോഗ്രാം വെയിറ്റും ഉണ്ട് ഇവർക്ക്. ഇവർ ചത്ത മൃഗങ്ങളെയും മനുഷ്യരെയും കഴിക്കും. ഇവർക്കും ഒരു കൂർത്ത ചുണ്ട് വെച്ചാണ് കുത്തി തിന്നുന്നത്. ഡെസേർട്ടിന്റെ മരങ്ങളിൽ കൂടി വെച്ചാണ് ഇവർ ജീവിക്കുന്നത്. 30 വർഷം വരെ ഇവർ ജീവിക്കും. ഇത് ഗോൾഡൻ ഈഗിൾ. ഇത് മറ്റേ വൾച്ചറിന്റെ അത്രയും പ്രശ്നക്കാരല്ല, എന്നാലും സൂക്ഷിക്കണം. ചില ട്രൈബ്സ് ഒക്കെ ഇവരെ ആദ്യം വിടും ഈ വൂൾഫിനെ ഒക്കെ തപ്പിപ്പിടിക്കാൻ. ഇങ്ങനെ വട്ടമിട്ട് പറന്ന് അവർ മനുഷ്യന് ഹണ്ട് ചെയ്യാനുള്ള മൃഗങ്ങളെ തപ്പി കൊടുത്ത് കാണിച്ചു കൊടുക്കും. ഇവരെ മോണോഗമസ് ബേർഡ്സ് എന്ന് പറയും. കാരണം ഇവർക്ക് ഒരു പാർട്ട്ണർ മാത്രമേ കാണൂ ഇവരുടെ ഹോൾ ലൈഫിൽ. ഇത് ഫാൽക്കൺ ആണ്. പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ക്രൊക്കഡൈലിനെ കണ്ടു. നേരത്തെ വെള്ളത്തിലല്ലേ കണ്ടത്, ഇപ്പോൾ ദാ പുറത്ത് കിടക്കുന്നു. ഇത് ആന്റിലോപ്സിൽ വരുന്ന മൃഗങ്ങളാണ്. നേരത്തെ ആന്റിലോപ്സിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഇത് പൈഡ് ക്രോ, അതായത് കഴുത്തിൽ ഒരു വെള്ള റിബൺ കെട്ടിയതുപോലെ ഇരിക്കും. ആഫ്രിക്കയിലാണ് ഇത് കൂടുതലും കാണുന്നത്. ശരിക്കും നമ്മുടെ കാക്ക തന്നെ, ഒരു വെള്ള വരയുണ്ടെന്ന് മാത്രം. ഇത് സൈബീരിയൻ ഹസ്കി. ഇപ്പോൾ ഭയങ്കര വൈറലാണല്ലോ ഹസ്കി ഡാൻസ്, അതാണിത്. ഇതിൻ്റെ ജനനം റഷ്യയിലെ സൈബീരിയയിലാണ്. ഇതിന് നല്ല ഗ്രൂമിങ്ങും എക്സസൈസും വേണ്ട ഒരു പട്ടിയാണ്. ദിവസവും 30 മിനിറ്റെങ്കിലും ഇതിന് എക്സസൈസ് ചെയ്യണം. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഇതാണ് പതഗോണിയൻ മഹ്റാസ്. കേട്ടിട്ട് പോലും ഇല്ലല്ലേ. 4ാമത്തെ വലിയ റോഡൻ്റാണ് ഇവ. കണ്ടാൽ കങ്കരൂസിനെ പോലെ ഇരിക്കും. ഇവർക്ക് 6 ഫീറ്റ് പൊക്കത്തിൽ വായുവിൽ ചാടാൻ പറ്റും. ഇവർ പാവങ്ങളാണ്, അതുകൊണ്ട് തന്നെ പെറ്റ്സായി വളർത്താം ഇവരെ. ഇത് ഈഗിളിനെ പോലെ ഇരിക്കുന്ന മൂങ്ങ. നല്ല മഞ്ഞ നിറമുള്ള കണ്ണുകളും മുഖം കണ്ടാൽ ഒരു പൂച്ചയുടെ ഷേപ്പും വരും. പകൽ സമയം മുഴുവൻ ഇവർ കൂടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. രാത്രിയിൽ നിശബ്ദതയിലാണ് ഇവർ ഇരയെ പിടിക്കാൻ പോകുന്നത്. ഇത് പറക്കുന്നത് പോലും ആർക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ചിറക് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഈഗിൾ ഔളും ഒരു മോണോഗമസ് ആണ്. ഇത് റക്കൂൺ. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് 200 ഡിഫറെൻറ്റ് സൗണ്ട്സിലൂടെയാണ്.
ഇവർ രാത്രി ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അത് എന്താണെങ്കിലും കഴുകിയിട്ടേ കഴിക്കാറുള്ളൂ. ഇതിൻ്റെ മുഖത്തെ ആ മാസ്ക് പോലത്തെ മാർക്ക് കണ്ടോ? ഇത് അവർക്ക് രാത്രിയിലെ ലൈറ്റിൻ്റെ ഗ്ലെയർ കുറച്ച് വിഷൻ കറക്റ്റാക്കും. ദൂരെ മാറി ഇരുന്നുകൊണ്ട് ശരിക്കും കാണില്ല അല്ലേ? ഇതാണ് സാൻഡ് ഫോക്സ്. ഇത് കുറുക്കൻ്റെ ഫാമിലിയിൽ തന്നെ വരുന്നതാണ്. ഇതിന് ഇങ്ങനെ ഒരു പേരിട്ടത് ഒരു ജർമ്മൻ കളക്ടർ എഡ്വേർഡ് റാപ്പലാണ്. ഇവർക്ക് ഒരു മണം പറ്റുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതിൽ ആണ് ഇവർ റിലേ ചെയ്യുന്നത്. ഇവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാനും ശത്രുക്കളെ തുരത്താനും ഇവർ ഈ സ്മെൽ ലിക്വിഡ് സ്പ്രേ ചെയ്യുമെന്ന്. പെൺ ഫോക്സുകൾ സ്മെല്ല് ഉപയോഗിച്ച് പ്രസവത്തിന് കൂടൊരുക്കാനും കുട്ടികളെ വളർത്തുകയും ചെയ്യും. ഇതാണ് കോട്ടി. 30 കോട്ടികൾ എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതിൽ മെയിൽ കോട്ടീസ് കൂടാറില്ല. ഇലകളും പഴങ്ങളും മാത്രമേ ഇവർ കഴിക്കാറുള്ളൂ. ഭയങ്കര ക്ലൈംബേഴ്സ് ആണ് ഇവർ. ഭയങ്കര മണം പിടിക്കാൻ കഴിവുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇരയെ ദൂരെ നിന്ന് കാണാതെ തന്നെ മണത്ത് പിടിക്കും ഇവർ. ഇത് മംഗൂസ്. വലിയ നീളമുള്ള ബോഡി ഉള്ളത് കൊണ്ട് ഇവർക്ക് ചെറിയ മാമൽസിനൊക്കെ പെട്ടെന്ന് തേടി പിടിച്ച് കഴിക്കാൻ പറ്റും. ഇവർ ഒരു സെൻറ്റ് വെച്ച് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. ഇവർക്ക് പാമ്പിൻ്റെ വിഷം ഏൽക്കാറില്ല. അതുപോലെ പാമ്പിനെ കൊല്ലാനും പറ്റും. ഇത് അറേബ്യൻ വൂൾഫ്. ഇവരെ കൂടുതൽ സൗദി അറേബ്യ, യമൻ ഒക്കെയാണ് കാണുന്നത്. ഇത് എണ്ണത്തിൽ കുറഞ്ഞു വരുന്ന ഒരു സ്പീഷീസ് ആണ്. ഇത് ഡെസേർട്ടിലാണ് ജീവിക്കുന്നത്. പിന്നെ വലിയ ചെവികളുമായിരിക്കും. ഇവർ നോർമൽ വൂൾഫ്സിൻ്റെ സൗണ്ട് ഉണ്ടാക്കാറില്ല. ഇത് യമു പക്ഷി. ഇവരുടെ കണ്ണുകളുടെ മുകളിലായി ക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അത് ഇവരുടെ കണ്ണുകളെ പൊടിയിൽ നിന്ന് രക്ഷിക്കും. ഇവർക്ക് ചിറകുണ്ട്, പക്ഷെ പറക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. പിന്നെ ഫുൾ ബേർഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഓസ്ട്രിച്ച് കഴിഞ്ഞാൽ. യമുവിനെ എങ്ങനെയാണ് യമു എന്ന് പേര് വന്നതെന്ന് അറിയാമോ? ഇതൊരു സൗണ്ട് ഉണ്ടാക്കും. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും, ഈ മൂ. ഇതുകൊണ്ടാണ് ഈ പേര്. ഇതാണ് ആമകൾ. ഗ്ലാസിൻ്റെ അടുത്ത് വന്നിത് കുറേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബോഡിയോട് സിമിലറായ കൂടുകളുമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒമാൻ എന്ന രാജ്യം വേൾഡിൽ തന്നെ 5 സ്പീഷീസ് ആമകളുടെ നെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ നെസ്റ്റിംഗ് പീരീഡ് കേട്ടോ. ആ സമയത്ത് മുട്ട ഇടുന്നതും ഇവ വിരിയുന്നതും ഒക്കെ കാണാം. ഈ സമയങ്ങളിൽ 20,000-ഓളം ആമകൾ ഒമാൻ്റെ കടൽ തീരത്ത് വരാറുണ്ട്. തീറ്റയിട്ട് കൊടുത്തപ്പോൾ എന്ത് അച്ചടക്കത്തോടെയാണ് വന്നിരുന്ന് കഴിക്കുന്നത് നോക്കിക്കേ. പിന്നെ ഞങ്ങൾ അതുവഴി വന്നപ്പോഴത്തേന് സിംഹങ്ങളൊക്കെ ഉണർന്ന് ഇരിക്കുന്നത് കണ്ടു. അതാണ് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഷോപ്പുണ്ട്. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് ഞാൻ. എന്തൊക്കെയോ വാങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അത് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ ഏരിയ അതിനായി പണിയുന്നതേ ഉള്ളൂ. കുറേ ഭാഗങ്ങൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, അപ്പം ഞങ്ങൾ സഫാരി വേൾഡിൽ നിന്ന് ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി അവിടെ. ഒരു ഹോളിഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് ഇബ്രയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. വഴിയിൽ ഒരു പുതിയ വണ്ടി കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ ഇത് ഏത് വണ്ടിയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്?